ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബാബറി കേസ് കേട്ട് അതൊരു വഴിക്കാക്കണമെന്നൊക്കെ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാകണം. അതിനനുസരിച്ച് തന്നെയാണ് അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കോടതി ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നില്ല എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നും അതേ സംബന്ധിച്ച് വാർത്ത ലഭിക്കുന്നു. അയോധ്യ കേസ് ഇന്നലെ പരിഗണനയ്ക്കെടുത്തപ്പോൾ അത് 29-ാം തീയതിയിലേക്ക്, ജനുവരി 29-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വാർത്ത. മാറ്റാനുണ്ടായ കാരണം ആ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് യു ലളിത് ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം സ്വയം പിന്മാറി എന്നാണ് വാർത്തകൾ പറയുന്നത്. എങ്കിലും ആ ബെഞ്ചിൻ്റെ സവിശേഷത അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. 1, അതൊരു ഭരണഘടനാ ബെഞ്ചാണ്. 2, അത് 5 അംഗ ബെഞ്ചായതിനാൽ ബാക്കി 4 അംഗങ്ങളും എപ്പോഴെങ്കിലും ഒരിക്കൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ യോഗ്യതയുള്ള രീതിയിൽ ഏറ്റവും സമുന്നതരും ഏറ്റവും അധികം ദീർഘ നിലവാരത്തിൽ സർവീസ് ഉള്ളവരുമൊക്കെയായിരുന്നു. ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയാത്ത വണ്ണമുള്ള ഉത്തമമായ ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ച്. ആ ബെഞ്ചിൽ നിന്ന് യു ലളിത് പിന്മാറുന്നതിന് കാരണം ഒരു ഘട്ടത്തിൽ 1997 അഭിഭാഷകനായിരുന്ന കാലത്ത് അദ്ദേഹം അയോധ്യ കേസിൽ അയോധ്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന കല്യാൺ കുമാറിന് വേണ്ടി നിലപാടെടുത്ത് വാദിച്ചയാളാണ്. അത് അദ്ദേഹത്തിന് ആദ്യമേ പറയാമായിരുന്നു. താൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും യോഗ്യനായ ഒരാളല്ല. കുറഞ്ഞപക്ഷം അക്കാര്യത്തിൽ പ്രതിഷേധമെങ്കിലും ഉണ്ടാകാൻ ഇടയുണ്ട്, വിയോജിപ്പുകൾ വരും. അത് മുന്നിട്ടറിഞ്ഞ് പിന്മാറാൻ അദ്ദേഹം ആദ്യമേ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുലീനമായൊരു പിന്മാറ്റമായി അത് മാറുമായിരുന്നേനെ. പക്ഷേ തിരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടായത്. വാദിഭാഗം സൂചിപ്പിച്ചു, ദേ ഈ ഇരിക്കുന്ന മനുഷ്യൻ അയോധ്യ കേസിൽ കല്യാൺ സിംഗിന് വേണ്ടി വക്കീലായി ഹാജരായ ആളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മുൻധാരണകളാൽ ഭരിക്കപ്പെടും എന്ന സംശയം ഇരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ഈ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടെത്തപ്പെട്ട ശേഷം ഇന്ന് കിട്ടുന്ന വാർത്ത വെച്ചാണെങ്കിൽ അദ്ദേഹം സ്വയം പിൻവാങ്ങി എന്നാണ് കോടതിയും പറയുന്നത്. ഏതായാലും അദ്ദേഹം ജഡ്ജല്ലാതായി ഈ ഭരണഘടനാ ബെഞ്ചിലെ. അങ്ങ് ഒരു സാഹചര്യത്തിൽ കേസ് വീണ്ടും നീളുന്നു. അയോധ്യ ഭൂമി തർക്ക കേസ് പരിഗണിക്കുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു ലളിത് പിന്മാറി. കേസിലെ പ്രധാന കക്ഷിയായ സുന്നി വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാന്റെ ഇടപെടലിനെ തുടർന്നാണ് പിന്മാറ്റം. പുനഃസംഘടിപ്പിക്കുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച് 29-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇത് പരിഗണിക്കുമ്പം ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയം വളരെ വലുതായ ഒരു വിഷയമാണ്. അങ്ങനെ വലിയ വിഷയമായിരിക്കുന്നത് കൊണ്ട് ഗൗരവതരമായ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് മുദ്രവെച്ച 50 പെട്ടിയിൽ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. കേസുമായി ബന്ധപ്പെട്ട 88 സാക്ഷികൾ നൽകിയ 13,886 പേജുള്ള മൊഴികൾക്ക് പുറമെ പാലി, ഉറുദു, അറബി, സംസ്കൃതം ഭാഷകളിലുള്ള 257 രേഖയും 533 തെളിവും അലഹബാദ് ഹൈക്കോടതിയുടെ 4,304 പേജ് ദൈർഘ്യമുള്ള വിധിന്യായവുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത്ര എളുപ്പം തീരുന്ന ഒരു കാര്യമല്ല. നമാസിന് ഒരു പള്ളി അനിവാര്യമാണോ മുസ്ലിം ജനസമുദായത്തിന്? ഗൗരവതരമായൊരു പ്രശ്നം കൂടി ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിൽ വരും. അതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടക്കാൻ ഇടയുള്ളൂ. വളരെ വൈകും. അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു വാർത്ത തന്നെ ആയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാൻ ഭാവമില്ല. കാരണം പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം അവസാന ചീട്ടും ഇറക്കി കളിക്കാനുള്ള ശ്രമത്തിലാണ്.
അത്തരം വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ നമുക്ക് കൂടുതലായി ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വാർത്ത, അലോക് വർമ്മ വീണ്ടും പുറത്ത്. അദ്ദേഹത്തിനെ കോടതി തുണച്ച് കോടതി വ്യവഹാരത്തിലൂടെ അദ്ദേഹം ഒരിക്കൽ കൂടി 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം അദ്ദേഹം CBIയുടെ ഡയറക്ടർ സ്ഥാനത്ത് തിരിച്ചു വന്നു. ആ ഡയറക്ടർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നില്ല. എങ്കിലും തിരിച്ചു വന്നല്ലോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന മട്ടിൽ ഇതാ അദ്ദേഹത്തിന് കളം വിടേണ്ടി വരുന്നു. അതേ സംബന്ധിച്ച കമ്മിറ്റി തന്നെ രംഗത്ത് വന്ന് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ പ്രതിപക്ഷ നേതാവും, വളരെ മനോഹരമായ കമ്മിറ്റിയാണ്. പക്ഷേ ആ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അലോക് വർമ്മയ്ക്ക് വേണ്ടി നിലപാടെടുത്തത്. ബാക്കി 2 പേർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി ജസ്റ്റിസ് സിക്രിയാണ് വന്നത്. ബാക്കി 2 പേരും ഒന്നിച്ചൊരു എടുത്തതോടെ അലോക് വർമ്മ CBIയുടെ ഡയറക്ടർ അല്ലാതായി. അതിൻ്റെ ഉചിതമായ രീതിയിൽ തന്നെ. അത് ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ നിയമങ്ങളുടെ രീതികളും സഞ്ചാരഗതികളുമൊക്കെ അങ്ങനെയായിരിക്കുന്നത് കൊണ്ട് അത് അംഗീകരിക്കുകയല്ലാതെ നിവർത്തിയില്ല. കോടതി വിധിയെ തുടർന്ന് തിരിച്ചെത്തി പിറ്റേന്ന് സ്ഥാനനഷ്ടം. പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ച് ജസ്റ്റിസ് സിക്രി നാഗേശ്വർ റാവുവിന് വീണ്ടും ഡയറക്ടറുടെ ചുമതല. ജോമി തോമസ് ആ വാർത്ത തരുന്നതിങ്ങനെ, CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ ഭൂരിപക്ഷ തീരുമാനം. CBI ജോയിന്റ് ഡയറക്ടർ M നാഗേശ്വർ റാവുവിന് വീണ്ടും ഡയറക്ടറുടെ ചുമതല നൽകി. 3 അംഗ സമിതിയിൽ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് AK സിക്രി അനുകൂലിച്ചു. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജുന ഖർഗെ അതിനെ എതിർക്കുകയും ചെയ്തു. നോക്കൂ, വീണ്ടും അലോക് വർമ്മ പോയി വീണ്ടും നാഗേശ്വർ റാവു ഒക്കെ വരുമ്പോൾ ഈ CBI എന്ന് പറയുന്ന കൂട്ടിലെ തത്തയുണ്ടല്ലോ, എന്ത് അപമാനമാണ് അതിന് വരുന്നത്. ഇതൊന്നും നമ്മുടെ പ്രധാനമന്ത്രി നോക്കുന്നില്ല. കാരണം നോക്കൂ, അദ്ദേഹം ഈ അലോക് വർമ്മ തുടർന്നിരുന്നുവെങ്കിൽ, എല്ലാ അധികാരത്തോടെയും തുടർന്നിരുന്നുവെങ്കിൽ ഏറിയാൽ അദ്ദേഹത്തിന് 19 ദിനങ്ങൾ മാത്രമേ ഓഫീസിൽ ഉണ്ടാവുകയുള്ളൂ. ഈ 19 ദിനങ്ങളെ പ്രധാനമന്ത്രി എന്തിനാണ് ഭയപ്പെടുന്നത്? 19 ദിനം കൊണ്ട് ഈ ലോകത്ത് ഒരു CBI ഡയറക്ടർക്ക് എന്ത് ഇന്ദ്രജാലമാണ് കാണിക്കാൻ കഴിയുക? അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരി, കാവൽക്കാരൻ കള്ളനാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ചൗക്കീദാർ മാത്രമാണ്, ചൗക്കീദാർ ചോർ ഹേ, കാവൽക്കാരൻ കള്ളനാണ്. അതുകൊണ്ടാണ് കള്ളൻ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ കുൽസിത പ്രവർത്തികൾ ചെയ്ത് വിജയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യോഗ്യതയ്ക്ക് ചേർന്ന വിജയമല്ല, അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിന് ചേർന്ന വിജയമല്ല ഇത്. മറിച്ച് എങ്ങനെയും തടി ഊരണമെന്ന് ആലോചിക്കുന്ന നിവർത്തികെട്ട മനുഷ്യൻ്റെ ഒരു ഗതികെട്ട വിജയമാണ് ഇത് എന്ന് പറയാതെ വയ്യ. അങ്ങനെയാണ് ആ വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് മാതൃഭൂമി ലീഡ് വാർത്ത നമുക്ക് തരുന്നു. അലോക് വർമ്മയെക്കുറിച്ച് മാതൃഭൂമി പറയുന്നു, CBIയിൽ മുൻ പരിചയമില്ലാതെ അതിൻ്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് അലോക് വർമ്മ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡും അത്ര മെച്ചപ്പെട്ട റെക്കോർഡൊന്നുമല്ല. പക്ഷെ മോദിയുമായി ബന്ധപ്പെടുമ്പോൾ വളരെ മികച്ച ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഏത് ഇന്ത്യക്കാരനുമായിരിക്കും, അത് വേറെ കാര്യം. ഏതായാലും രാഹുൽ ഗാന്ധി ഈ വിധ സംഭവഗതികളിൽ നിരാശനാണ്. അദ്ദേഹം ആഞ്ഞടിച്ചു മോദിക്കെതിരെ കാണുക. മോദിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ 30,000 കോടി രൂപ മോഷ്ടിച്ച് അനിൽ അംബാനിക്ക് നൽകിയത് അദ്ദേഹമാണ്. എത്ര ഡയറക്റ്റായ ആക്രമണമാണെന്ന് നോക്കൂ. CBI മേധാവി അലോക് വർമ്മയെ 2 തവണ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് അദ്ദേഹം സ്വന്തം നുണകളുടെ തടവിലാണ് എന്ന് വീണ്ടും തെളിയിച്ചു. സ്വന്തം നുണകളുടെ തടവിൽ, നല്ല പ്രയോഗം തന്നെയത്. സെലക്ഷൻ കമ്മിറ്റി CBI മേധാവിയുടെ കേസ് പരിഗണിക്കാത്തത് എന്തെന്നും രാഹുൽ ചോദിച്ചു. ഉത്തരം റഫേൽ എന്നും രാഹുൽ പരിഹസിച്ചു. സെലക്ഷൻ കമ്മിറ്റിക്ക് ഈ മേധാവി പറയുന്ന കാര്യം കൂടി കേൾക്കാം. അത് കേൾക്കാൻ നിന്നില്ല, ഒരു ജസ്റ്റിസ് ഉണ്ടായിട്ട് കൂടി. നോക്കൂ, അതുവഴി ആദ്യം മോദിക്കെതിരായി നിഗമനങ്ങളെത്തിയ കോടതിയെ തന്നെ തൻ്റെ തിരിച്ചുവരവിന്
ഉപയോഗിക്കാൻ മോദിക്ക് കഴിയുന്നുവെങ്കിൽ, ഈ കള്ളനായ ചൗക്കീദാർക്ക് കഴിയുന്നുവെങ്കിൽ, കോടതിക്കും എന്തോ തകരാറുകൾ ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. തീവണ്ടി തടഞ്ഞു ഇരുദിന പണിമുടക്ക് ദിവസത്തിൽ അവർ തടഞ്ഞവർ വല്ലാതെ കുടുങ്ങും എന്നാണ് മാതൃഭൂമി പറയുന്നത് ഒന്നാം പേജ് വാർത്തയിൽ. ദ്വിദിന പൊതുമണി മുടക്കിൻ്റെ ഭാഗമായി തീവണ്ടി തടഞ്ഞവർ വൻതുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഉപരോധം കാരണം റെയിൽവേക്കുണ്ടായ നഷ്ടം കണക്കാക്കി വരികയാണ്. റെയിൽ സുരക്ഷാ സേന എടുത്ത ക്രിമിനൽ കേസുകൾക്ക് പുറമെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രത്യേക കേസ് ഫയൽ ചെയ്യാനാണ് സാധ്യത. ഇതിന് ഉന്നത തലത്തിൽ തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. കേസ് മാത്രമല്ല, വലിയ കോമ്പൻസേഷനും നഷ്ടപരിഹാരവുമൊക്കെ നൽകേണ്ടി വരും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബാങ്കിൽ കയറി ആക്രമിച്ചതിൻ്റെ ഭാഗമായി 2 NGO യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അഖിലേന്ത്യാ പണിമുടക്കിനിടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ SBI മെയിൻ ട്രഷറി ശാഖയിൽ അതിക്രമിച്ച് കയറി മാനേജറുടെ ക്യാബിൻ അടിച്ചു തകർത്ത കേസിൽ CPM അനുകൂല NGO യൂണിയൻ നേതാക്കളായ 2 ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത വാർത്തയും ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. പ്രളയ സെസ് 1% വർദ്ധിപ്പിച്ചുകൊണ്ട് 2 വർഷം അത് അനുവദിച്ചുകൊണ്ട് 1000 കോടി രൂപ പ്രളയത്തിന് സമാഹരിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു. അത് ദീപിക ഒന്നാംപുറം വാർത്തയാക്കി തരുന്നു. പ്രളയ സെസ് 2 വർഷം 1% സെസ്സിന് അനുമതി. ഇനങ്ങൾ സംസ്ഥാന ബജറ്റിൽ നമുക്കറിയാം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി കേരളത്തിന് 1% സെസ് പിരിക്കാൻ GST കൗൺസിൽ അനുമതി നൽകി. 2 വർഷത്തേക്ക് പിരിക്കാനാണ് അനുമതി. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ചുമത്തും എന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും. GST ഒഴിവ് പരിധി 40 ലക്ഷം രൂപയാക്കി. GSTയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് കുറെ കച്ചവടക്കാരെങ്കിലും രക്ഷപ്പെടും. GST ഒഴിവ് പരിധി 40 ലക്ഷം രൂപയാക്കി. ചരക്ക് സേവന നികുതിയിൽ ചെറുകിടക്കാർക്ക് ആശ്വാസം. GST നൽകേണ്ട വിറ്റുവരവ് പരിധി 20 ലക്ഷം രൂപയിൽ നിന്ന് പ്രതിവർഷം 40 ലക്ഷം രൂപയാക്കി. 1.5 കോടി രൂപ വരെ വിറ്റുവരവുള്ളവർക്ക് 1% നികുതി മാത്രം നൽകേണ്ട കോമ്പോസിഷൻ സ്കീമിൽ ചേരാം. ഇതുവരെ 1 കോടി രൂപ വരെയായിരുന്നു അതിൻ്റെ പരിധി. അങ്ങനെ 20 ലക്ഷം എന്നത് 40 ലക്ഷം രൂപയാക്കുമ്പോൾ വളരെയധികം ആൾക്കാർ അതിൻ്റെ പരിധിക്ക് ഇന്ന് പുറത്ത് പോകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ദീപികയുടെ ഒന്നാംപുറം തരുന്ന മറ്റൊരു വാർത്ത, പ്രധാനമന്ത്രി 15-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം കേന്ദ്ര സർക്കാർ സഹായത്തോടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 3/4 ഭാഗമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നും വാർത്തയുണ്ട്. ഏതായാലും അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഉമ്മൻചാണ്ടിയാണ് ഈ കളി കേരളത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. പൂർത്തീകരിക്കാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക, പിന്നെ പൂർത്തീകരിച്ച് പുതിയ സർക്കാരിന് ഉദ്ഘാടനം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ഏതായാലും ഉമ്മൻചാണ്ടിയിൽ നിന്ന് പഠിച്ച ആ കളി നമ്മുടെ പ്രധാനമന്ത്രി നന്നായി നടപ്പാക്കുന്നു. പ്രധാനമന്ത്രി 15-ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത പണികൾ അത് സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് രാത്രി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കും. ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിൽ നേരെ കൊല്ലത്തേക്ക് പോകും. കൊല്ലം ബൈപ്പാസ് റോഡിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം 5:30-ന് പ്രധാനമന്ത്രി നിർവഹിക്കും. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ജനുവരി 1 മുതൽ വിദേശയാത്രയില്ല പ്രധാനമന്ത്രിക്ക്. യാത്ര ചെയ്തേ അടങ്ങൂ. യാത്രഹരമായ പ്രധാനമന്ത്രിക്ക് വിദേശയാത്രയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിക്കൊണ്ടേ ഇരിക്കണം അദ്ദേഹത്തിന്. അതുകൊണ്ട് വാശി വിടാതെ ഓടുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുന്നു. കണ്ടകണച്ചാതി ഉദ്ഘാടനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ച് തൻ്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് തെരഞ്ഞെടുപ്പിനും അതുപോലെ അനന്തരഫലങ്ങൾക്കും. അനന്തരഫലം അത്രമാത്രം ആശാവഹമല്ല BJPക്ക്. അതുകൊണ്ട് ഉള്ള സമയത്ത്
ഓടി തീർക്കുക എന്ന വാശി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊല്ലം പാതയുടെ അതിൻ്റെ ഉദ്ഘാടനവും അതേമാതിരി ഈ പത്മനാഭസ്വാമി ക്ഷേത്ര സന്ദർശനവും അദ്ദേഹം ചെയ്തിരിക്കുന്നു. വിദേശയാത്ര ഒഴിവാക്കിയതാണ് കുഴപ്പമെന്ന് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ആലോചിക്കേണ്ടി വന്നേക്കാം. ഏതായാലും വിദേശയാത്രയാണെങ്കിൽ അവിടെ കിടന്നോളുമല്ലോ, നമ്മളൊന്നും അറിയേണ്ടി വരില്ല. പക്ഷേ അത് നിർത്തിയതുകൊണ്ട് ഓട്ടം നിർത്താൻ കഴിയാത്ത പ്രധാനമന്ത്രി നാട്ടിനകത്തോടിക്കൊണ്ടേയിരിക്കും. മോദി ചില കാര്യങ്ങളിൽ പിടിച്ചാൽ തൻ്റെ മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് വിടില്ല, അത് വിടാതെ പിടിക്കും. നമുക്കത് കാണാൻ കഴിയുന്നു. ഇന്നത്തെ വാർത്തയിൽ മുത്തലാഖ് ഓർഡിനൻസ് വീണ്ടും വരാൻ പോകുന്നു. ഒരിക്കലൊരു ഓർഡിനൻസ് ഇറക്കി, അത് ബില്ലാക്കി, കാര്യം പാർലമെന്റ് കൂടി, ആ ബില്ലാക്കി പാർലമെന്റിലെ ലോകസഭയിൽ അവതരിപ്പിച്ചു പാസ്സാക്കി. രാജ്യസഭയിൽ തോറ്റു. അങ്ങനെ തോറ്റപ്പോൾ മുസ്ലിങ്ങളുടെ വിവാഹ നിയമം മാത്രം ക്രിമിനലാകുന്നു, ബാക്കിയെല്ലാം സിവിലാണ്. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ്? വിവാഹമോചനമൊക്കെ സിവിൽ ഡിബേറ്റ് ആണെങ്കിൽ ഇത് മാത്രം ക്രിമിനൽ. അത് വിവേചനമാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ. ഇതൊന്നും മോദിക്ക് താല്പര്യമില്ല. നിയമം ക്രിമിനലാണോ സിവിലാണോ എന്നൊന്നുമല്ല, അതുണ്ടാക്കുന്ന ധ്രുവീകരണത്തിൻ്റെ അളവിൽ മാത്രമാണ് മോദി എന്ന പ്രധാനമന്ത്രിക്ക് നോട്ടം. എത്രമാത്രം അത് മുസ്ലിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും, അതുവഴി ഹിന്ദുക്കളുടെ ഏകോപനം നടക്കും. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആലോചിക്കുന്ന രീതിയാണ് ഇത് നോർക്കുക. ഇതേ പാർട്ടിയിൽ മറ്റു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്, വാജ്പേയി. ആ വാജ്പേയി ഒന്നും ഇങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മുത്തലാഖിനെ സംബന്ധിച്ച് ഓർഡിനൻസ് പുതുതായി വരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലും പാസാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനമെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി ഓർഡിനൻസ് ഇറക്കിയിരുന്നു. ഇതിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഓർഡിനൻസ് ഇറക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് സിറാജ് എന്ന പത്രത്തിൻ്റെ അവസാന പുറം തരുന്ന വാർത്ത സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി നേരിട്ട് റിപ്പോർട്ട് നൽകി എന്നതാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്ത ഏകദേശം വിശദമായി തന്നെ സിറാജ് തരുന്നു. അതിങ്ങനെ: സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ ഭാഗമായി യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പി സദാശിവത്തിന് കൈമാറി. വിധി പുറപ്പെടുവിച്ചത് മുതൽ സംസ്ഥാനത്തുണ്ടായ ആസൂത്രിതമായ അക്രമ പരമ്പരയെക്കുറിച്ചും ശബരിമലയിൽ വിവിധ തീർത്ഥാടന സമയങ്ങളിൽ നട തുറന്നപ്പോൾ നിലയ്ക്കലിൽ, പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചും ഭക്തരായ സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് നടന്ന ഹർത്താലുകളുടെ പരമ്പരയിൽ പോലീസുകാർക്കും നിരപരാധികളായ മറ്റു പലർക്കും മാരകമായ പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. KSRTC ബസ്സും സർക്കാർ ഓഫീസുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയും സംസ്ഥാനത്തുണ്ടായി. ഹർത്താലുകളോടനുബന്ധിച്ച് അക്രമ സംഭവങ്ങളെ തുടർന്ന് 1137 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. 10,024 പ്രതികളെ തിരിച്ചറിഞ്ഞതിൽ 9,193 പേർ സംഘപരിവാർ സംഘടനയിൽപ്പെട്ടവരാണ്. തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത് മുതൽ ശബരിമലയെ സംഘർഷഭൂമിയാക്കിയതിൻ്റെ വരെ ചിത്രങ്ങളടക്കമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കയ്യിൽ 356 വകുപ്പുണ്ട്. ശ്രീധരൻപിള്ളയും MD രമേശും ഒക്കെ കുറേ കിടന്ന് കുരയ്ക്കുന്നു. എന്നാൽ അതെടുത്ത് നടപ്പാക്കട്ടെ. അക്രമം നടത്തുക, എന്നിട്ട് അക്രമികൾ തന്നെ പരാതിക്കാരാകുക, ഇതൊക്കെ മലയാളികൾ നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 356 കാണിച്ച് ഉമ്മാക്കി കാണിക്കേണ്ട എന്ന് നമ്മുടെ
മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. 25,000 രൂപ ശോഭ പിഴയടച്ചു. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഹൈക്കോടതിയെ ഉപയോഗിക്കുന്നു ശോഭ എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 25,000 രൂപ പിഴ ചുമത്തിയപ്പോൾ അങ്ങ് പോകും, എവിടെ, സുപ്രീം കോടതിയിൽ പോകും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് ഏതായാലും ഇഞ്ചി കൃഷിയിൽ കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടാകണം. സുപ്രീം കോടതിയിൽ പോകാതെ തന്നെ ആ പിഴയങ്ങടച്ച് തടി കഴിച്ചിലാക്കി നമ്മുടെ ശോഭ. 3 എയിംസ് അനുവദിച്ചു. കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ വിപ്രതിപത്തി വീണ്ടും കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ കാര്യങ്ങളിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിനാണ് എയിംസ് തരാതിരിക്കുന്നത്. നോക്കണേ പ്രധാനമന്ത്രിയുടെ വിരോധം, പ്രളയകാലത്ത് കാണിച്ച വിരോധം. ഇപ്പോൾ നാട്ടിലൂടെ നടന്ന് ഉദ്ഘാടനങ്ങൾ നടത്തിയാൽ ആ വിരോധം മലയാളി മറക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, മറക്കില്ലല്ലോ അതൊന്നും. ആ നിലയ്ക്ക് എയിംസിൻ്റെ കാര്യത്തിൽ മലയാളി മനസ്സിൽ സൂക്ഷിക്കേണ്ട, ചെവിക്ക് പിടിച്ചോർമ്മിക്കേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നു. കാണുക, രാജ്യത്ത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ 3 കേന്ദ്രങ്ങൾ കൂടി തുടങ്ങാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം അനുമതി നൽകി. ജമ്മുവിലെ സാംബ, കാശ്മീരിലെ പുൽവാമ, ഗുജറാത്തിലെ രാജ്കോട്ട് എന്നിവിടങ്ങളിലാണ് പുതിയ എയിംസ് അനുവദിച്ചത്. ഏറെക്കാലമായി എയിംസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന കേരളത്തെ ഇത്തവണയും പരിഗണിച്ചില്ല. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിക്ക് കീഴിലാണ് എയിംസ് സ്ഥാപിക്കുക. ഗുജറാത്തിന് കൊടുത്തു. മരുന്ന് വാങ്ങാൻ കഴിയാത്ത അസംഖ്യം ആളുകളുള്ള ഗുജറാത്തിന് എയിംസ്. ശരീരരക്ഷ നന്നായി നോക്കുന്ന കേരളത്തിന് എയിംസ് ഇല്ല. കാരണം കേരളം രാഷ്ട്രീയമായി അന്തസ്സുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നത് തന്നെ. മലയാള മനോരമ എന്ന പത്രം നുണ പറയുന്നു എന്ന് പറഞ്ഞാൽ ആരും ഞെട്ടൂല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. ഇന്ന് ദേശാഭിമാനിയുടെ ഒരു പ്രാദേശികം പേജ് വാർത്ത കാണുക. മനോരമയുടെ നിലപാട് തൊഴിലാളി വിരുദ്ധം CITU. നുണ പറഞ്ഞു മനോരമ ഇന്നലെ. ഈ പങ്ക്തിയിൽ അത് എടുക്കുകയും ചെയ്തിരുന്നു. സംയുക്ത സമരസമിതി 12 ആവശ്യമുയർത്തി നടത്തിയ ദേശീയ പണിമുടക്ക് സംബന്ധിച്ച് മനോരമ പത്രം എടുത്ത നിലപാട് തൊഴിലാളി വിരുദ്ധവും നീതിരഹിതവുമാണ് എന്ന് CITU. തലസ്ഥാന ജില്ലയിലെ 19 ലക്ഷം പേരാണ് ശമ്പളം ഉപേക്ഷിച്ച് പണിമുടക്കിയത്. നിയമാനുസരണം നോട്ടീസ് നൽകിയാണ് പണിമുടക്ക് സമരം. കേന്ദ്ര സർക്കാരിൻ്റെ ദുർനയങ്ങളിൽ പൊറുതിമുട്ടി ജീവിതം ദുസ്സഹമായപ്പോഴാണ് രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കിന് നിർബന്ധിതരായത്. തൊഴിലാളി വിരുദ്ധ നിലപാട് കൂടപ്പുറപ്പായ മനോരമയ്ക്ക് ഇത് സഹിക്കില്ല. മനോരമ പറഞ്ഞു, പിന്നീട് ഒപ്പിട്ട് ശമ്പളം വാങ്ങാനുള്ള ഒരു പരിപാടി ഇവർക്കുണ്ട് എന്ന്. ഏതായാലും മനോരമ പറഞ്ഞത് നുണയാണ് എന്ന് ദേശാഭിമാനി പറയുന്നു. തിരുവാഭരണ ഘോഷയാത്ര, അതിൻ്റെ മറവിൽ ഒരിക്കൽ കൂടി ശബരിമലയെയും അയ്യപ്പനെയും ഒക്കെ മുൻനിർത്തി ഒരു കളി കളിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഒരു കടശിക്കളി BJP ആലോചിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര, ശബരിമല സമരക്കാർക്ക് പോലീസ് വിലക്ക്. ഘോഷയാത്രയിൽ കയറി നിൽക്കാനോ തിരുവാഭരണ പേടകം അത് തലയിലേറ്റി നടക്കാനോ ഒന്നും ആരെയും അനുവദിക്കില്ല. പോലീസ് കേസുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ പിടിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ സജീവ പങ്കാളിയായവർക്ക് തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് പോലീസ് വിലക്ക്. ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഇവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി T. നാരായണൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. എന്നാൽ തിരുവാഭരണ പേടകം വഹിക്കുന്ന 22 അംഗ സംഘത്തിലും അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലും സമരത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചവരും കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരും ഉള്ളതിനാൽ പോലീസ് നിർദ്ദേശം പ്രായോഗികമല്ല എന്ന് പന്തളം കൊട്ടാരം നമ്മുടെ ശശികുമാർ അറിയിച്ചിരിക്കുന്നു. അതൊക്കെയാണ് വാർത്ത. ഏതായാലും തിരുവാഭരണ ഘോഷയാത്ര എങ്കിൽ അതിനകത്തും ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി മുതലെടുത്താലോ എന്നാലോചിക്കുന്നു നെറിയില്ലാത്ത BJP നേതൃത്വം. ഇന്ന് മാധ്യമത്തിൻ്റെ 1-ാം പുറം നിയമസഭാ സമ്മേളനത്തിൻ്റെ വാർത്ത. നിയമസഭാ സമ്മേളനം കേരളത്തിൽ ജനുവരി 25 മുതൽ നടക്കും. ബജറ്റ് 31-ാം തീയതി. നിയമസഭയുടെ 14-ാം സമ്മേളനം 25 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. 28 മുതൽ 3 ദിവസം നന്ദിപ്രമേയ ചർച്ച. 31-നാണ് ബജറ്റ് ഉദ്ദേശിക്കുന്നത് എന്നും ഈ മാധ്യമം വാർത്ത നമ്മോട് വളരെ വിശദമായി തന്നെ പറയുന്നു.
മകരവിളക്ക് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ പടിയിറക്കും എന്നൊരു വാർത്ത മംഗളം മാത്രം 1-ാം പേജിൽ തരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്മകുമാറിന് പടിയിറക്കം രാജിക്കത്ത് എഴുതി വാങ്ങി തുടങ്ങിയ വാർത്തകളാണ് തന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ രാജി സർക്കാർ എഴുതി വാങ്ങിയെന്ന് സൂചന. ബോർഡംഗം KP ശങ്കരദാസിനാകും പകരം ചുമതല. എന്നാൽ ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷമേ രാജിക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മോദിയുടെ കേരള സന്ദർശനം 15-ാം തീയതിയാണ്. ആ സന്ദർശനത്തിനെ മുൻനിർത്തി നേർവഴി എന്ന തന്റെ പങ്ക്തിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി ലേഖനം എഴുതിയിരിക്കുന്നു. മോദിയുടെ കേരള സന്ദർശനം എന്ന ശീർഷകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി 15-ന്റെ കേരള സന്ദർശനം ഭരണപരവും രാഷ്ട്രീയവുമായി സവിശേഷമായ വഴിത്തിരിവുകളൊന്നും സൃഷ്ടിക്കുന്നതല്ല. എങ്കിലും ഈ വരവിന് ഒരു രാഷ്ട്രീയ സാമൂഹിക ഭരണ പശ്ചാത്തലമുണ്ട്. CBI ഭരണം അർദ്ധരാത്രിയിൽ പിടിച്ചെടുത്ത കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയത് നരേന്ദ്രമോദിയുടെ സമീപന രീതിയിലെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ തുടർന്ന് 2 യുവതികൾ ശബരിമല ദർശനം നടത്തി. അതിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്ത് സമീപകാലങ്ങളിൽ കാണാത്തത്ര ഭീകരമായ പൊതുമുതൽ നശീകരണവും അക്രമവും BJP RSS നടത്തുകയുണ്ടായി. മോദിയുടെ കേരള വരവിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിലോമ രാഷ്ട്രീയ താല്പര്യമുണ്ട്. LDF സർക്കാരും LDFും ദേശീയമായി സംഘപരിവാറിന്റെയും മോഡി ഭരണത്തിന്റെയും കണ്ണിലെ കരടാണ്. LDF വിരുദ്ധ രാഷ്ട്രീയത്തിന് വിശാല വേദി ഉണ്ടാക്കുക എന്ന ലാക്ക് മോദിക്കുണ്ട്. അതിന്റെ നിർവഹണാർത്ഥമാണ് അദ്ദേഹം വരുന്നത്. പ്രധാനമന്ത്രിയുടെയും BJP ഭരണത്തിന്റെയും ജനപിന്തുണ വൻതോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തോൽവി അത് വിളിച്ചറിയിക്കുന്നു. ഇതിൽ നിന്ന് കരകയറാനുള്ള ചെപ്പടി വിദ്യകളാണ് മോദിയും കൂട്ടരും നടത്തുന്നത് എന്നും പറയുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഇനി ഇന്നത്തെ ചിത്രം. ഇത് മകരമഞ്ഞിന്റെ കാലം. കേരളം മഞ്ഞിൽ വിറയ്ക്കുമ്പോൾ തിരുവനന്തപുരം കനകക്കുന്നിൽ മാത്രം ഒരു വസന്തകാലം പുഷ്പിക്കാൻ തിടുക്കം കൂട്ടി നിൽക്കുന്നു. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം കനകക്കുന്നാണ്. അവിടെ ഇന്ന് ആരംഭിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെ ഒരുക്കങ്ങളുടെ ദൃശ്യം മെട്രോ മനോരമ ഇന്ന് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്ക്. ഗുഡ് ബൈ.